എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പിടിയിലായത് റോബിൻ ബായ് എന്ന് വിളിക്കുന്ന അസാം സ്വദേശി റബിൻ മണ്ഡൽ. പിടിയിലായത് 9 കിലോ കഞ്ചാവുമായി പെരുമ്പാവൂരിൽ നിന്നാണ്. ഇയാൾ എറണാകുളത്തെ കഞ്ചാവ് വിൽപ്പനയിലെ മുഖ്യ കണ്ണി എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, സംസ്ഥാനത്ത് ഈ ലഹരിയുടെ ഹബ്ബായി കൊച്ചി മാറി എന്നുള്ളതിൽ സ്ഥിരീകരിക്കാനാവുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ റോബിൻ ബായ് എന്ന് വിളിക്കുന്ന അസാം സ്വദേശിയാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത്. ഇയാൾ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന ആളാണെന്ന് പോലീസ് അടക്കം പറയുന്നു. വിവരങ്ങൾ വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണയായി കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും കഞ്ചാവ് പിടിക്കുമ്പോഴൊക്കെ സംസ്ഥാനത്തിന് പുറത്തു നിന്നൊരു ബന്ധമുണ്ടാകും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് റബിൻ മണ്ഡൽ എന്ന ആസാം സ്വദേശി, കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി എന്ന് തന്നെ പോലീസ് വിശേഷിപ്പിക്കുന്നുണ്ട് ഇയാൾ പിടിയിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം റോബിൻ ബായ് എന്ന് വിളിക്കുന്ന ഇയാൾ ആസാം സ്വദേശിയായ റബിൻ മണ്ഡൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. പെരുമ്പാവൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 9 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. 3 കവറുകളിലായി സൂക്ഷിച്ച രീതിയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. ഇയാൾ ബായി കോളനിയിലാണ് താമസിക്കുന്നത്. അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം ലഹരിയുമായെല്ലാം തന്നെ വിദ്യാർത്ഥികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റോബിൻ ബായ് എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് വ്യാപകമായി കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ ഒരു മൊഴിയെ തുടർന്ന്, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ നിർദ്ദേശത്തെ തുടർന്നെല്ലാം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബായി കോളനിയിൽ നിന്ന് ഈ ഒരു അസാം സ്വദേശി പിടിയിലാവുന്നത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് വിറ്റ് കിട്ടിയ 10,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഈ ഒരു അന്വേഷണത്തിലെല്ലാം പോലീസിന് മനസ്സിലാവുന്നത് ഇയാൾ കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണി തന്നെയാണ്. കേരളത്തിന്റെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും കഞ്ചാവ് എത്തിച്ചു നൽകുന്നതിൽ ഇയാൾക്ക് മുഖ്യ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. അക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ കേസുകൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ കൂടുതൽ അന്യ സംസ്ഥാന ആളുകളെല്ലാം തന്നെ ഈ ഒരു കേസിൽ, ഇത്തരം കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ലഹരിയുമായും ഹൈബ്രിഡ് കഞ്ചാവുമായി എല്ലാം തന്നെ പിടിയിലാവുന്ന സാഹചര്യം കൂടി വരികയാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള ഒരു ലഹരി മാഫിയയുടെ, അല്ലെങ്കിൽ ലഹരിയുടെ ആ ഒരു കണ്ണി സംസ്ഥാനത്തിന് പുറത്തു നിന്നും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം നൽകുകയാണ് പോലീസ്. വിജിത, അതോടൊപ്പം തന്നെ ഇയാൾ വിൽപ്പന നടത്തിയ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്നതിലടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയായിരിക്കും അല്ലേ? അതെ, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലം നെല്ലിക്കുഴിയിലെ വിദ്യാർത്ഥികൾക്ക് ഇയാൾ കഞ്ചാവ് നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഇയാൾ കഞ്ചാവ് നൽകിയിരുന്നു എന്നുള്ള ഒരു കാര്യത്തിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആരിലെല്ലാം ഈ ഒരു കണ്ണി പടർന്നു കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഇയാൾ കഞ്ചാവ് നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വൃന്ദ.